സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ ഉടനെ തന്നെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചേക്കും എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് CNN ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CNN ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സും ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് ലോകമാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ ഉടനെ തന്നെ ഒരു ആക്രമണം അഴിച്ചുവിടും എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഇൻഫർമേഷൻ എന്നാണ് ഈ വാർത്ത പറയുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി വരികയാണ്. ഹൂത്തികൾ അതിശക്തമായി ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ആക്രമണത്തെക്കാളേറെ ആ ആക്രമണം ഉണ്ടാക്കുന്ന ബിസിനസ് ഇമ്പാക്റ്റാണ്. ബെൻഗൂരിയോൺ എയർപോർട്ട് ആയിക്കൊള്ളട്ടെ, ബാക്കി കടലിലെ പോർട്ടുകളായിക്കൊള്ളട്ടെ, ഈ സ്ഥലങ്ങളിലേക്ക് ഹൂതികൾ ആക്രമണം അഴിച്ചുവിടും എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് വിമാനങ്ങളാവട്ടെ കപ്പലുകളാകട്ടെ അയക്കാൻ മടിക്കും. മാത്രമല്ല യാത്ര വളരെ കോസ്റ്റ്ലി ആവും. ഇൻഷുറൻസ് റേറ്റ് വളരെ കൂടുന്നുണ്ട്. കാരണം ഈ റീജിയനിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പം അത് വിമാനമാണെങ്കിലും ശരി കപ്പലാണെങ്കിലും ശരി അപകട സാധ്യത ഉള്ളതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും റേറ്റ് ഫ്ലൈറ്റ് ചാർജസ് കൂടും, പാസഞ്ചർ ടിക്കറ്റ് കൂടും, എല്ലാം കൂടും. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. വാസ്തവത്തിൽ അവരുടെ അകത്ത് ഇവർ മിസൈൽ കൊണ്ടുവന്നിട്ട് ആളുകളെ കൊല്ലുന്നു എന്നുള്ളതല്ല. ആളുകളെ കൊല്ലുന്നതിന് പകരം ഈ ഭീഷണി ഉപയോഗിച്ച് ഇവർ ഭയങ്കരമായിട്ട് ഇസ്രായേലിൻ്റെ ബിസിനസ്സിനെ ബാധിക്കത്തക്ക രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. പകരമായിട്ട് ഇസ്രായേലോട് പോയിട്ട് അവരുടെ പോർട്ടുകൾ, ഹൂതികളുടെ പോർട്ടുകൾ വിമാനത്തിൽ നിന്ന് ബോംബിട്ട് തകർക്കുന്നുണ്ട്, അവരുടെ എയർപോർട്ട് തകർക്കുന്നുണ്ട്. ഇതൊക്കെ തകർത്താലും ശരി ഈ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് വളരെ ഗൗരവമായി ഇസ്രായേലിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. അതൊന്നാമത്തെ വിഷയം. രണ്ട്, ഗാസയിലെ വിഷയം അത് വല്ലാതെ ഇൻ്റർനാഷണലൈസ് ചെയ്ത് ഇൻ്റർനാഷണൽ പ്രഷർ അമേരിക്കയുടേത് അടക്കം ഇസ്രായേലിന് മേലെ വലുതാണ്. ഗാസയിലെ യുദ്ധം നിർത്തണം. അപ്പോൾ ആ ഒരു പ്രഷർ വരുന്നത് ഗാസയിലുള്ളത് അവരെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നമാണ്. പുറമേ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ച് അവിടെ ആളുകൾ മരിക്കുന്നു എന്നുള്ളത്. 1200 ആളുകളെ മരിക്കുകയും 250 ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തതിന് ഇപ്പോൾ 53,000 54,000-അടുത്ത ആളുകൾ ഗാസയിൽ മരിച്ചില്ലേ, അതുപോലെ എന്നുള്ള ഒരു ന്യായമായ ചോദ്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെക്കാനുള്ളത്. 53,000-ന് പകരം 1200 പ്ലസ് 250 ബന്ദി, 1200 പേര് മരിച്ചു, 250 ബന്ദികളുണ്ടായി. അതിന് പകരമായിട്ട് ഈ ഒരു 55,000-ഓളം 54,000-ഓളം ആളുകൾ ഇപ്പം മരിച്ചതായിട്ടാണ് ഒഫീഷ്യൽ റെക്കോർഡ്. അതിൻ്റെ കൂടെ ഒരു 20,000 ആളുകൾ കൂടി മരിച്ചു എന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. കൂടാതെ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഇറിപ്പയറബിൾ ആയിട്ടുള്ള പരിക്കുകൾ പറ്റിയവരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതുപോലെ ഇനി ഇതിൽ കൂടുതൽ ഇതിൻ്റെ മേലെ ചെയ്യാനുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യം, അത് നമ്മളുടെ ഉള്ളിലടക്കം ഉയരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം അത്തരത്തിൽ ഉയരാനുള്ള കാരണം ഇസ്രായേലിനെ നമുക്കറിയാത്തത് കൊണ്ടാണ്. ഇസ്രായേൽ അവരനുഭവിക്കുന്ന ഒരു ഭയവും അവരനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റിയും നമ്മളെപ്പോലത്തെ ഒരു രാജ്യത്തിരുന്നുകൊണ്ട്, വളരെ സുരക്ഷിതമായ രാജ്യത്തിരുന്നുകൊണ്ട് നമുക്കിത് ചിന്തിക്കാനാവില്ല. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പം അമേരിക്കയും അങ്ങനെ തന്നെയാണ്, വളരെ സുരക്ഷിതമായ രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ സുരക്ഷിതമായ രാജ്യങ്ങളാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ, അവരുടെ സുരക്ഷിതമായ മേഖലകളിൽ ഇരുന്നുകൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനം അവർക്ക് മനസ്സിലാവില്ല. നേരെ പറഞ്ഞ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് മൂർഖനെ ചവിട്ടി പിടിച്ചതുപോലെ. ഈ ചവിട്ട് ലേശമായതിനാൽ അവൻ നിവർന്നു നിന്ന് ഇവൻ്റെ ഉച്ചക്കിട്ട് കൊത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ ആ കാലയക്കാതെ ആ ചവിട്ട് ഇവൻ്റെ മുകളിൽ അമർത്തി ചവിട്ടിയിരിക്കുന്നത്. കാരണം ഹമാസ് ഓരോ സ്ഥലത്തും ഇപ്പോഴും ഖത്തറിലെ ഈ ബന്ദികളെ റിലീസ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവരെപ്പോഴും പറയുന്നത് വെടിനിർത്തി ഇസ്രായേൽ പുറത്തേക്ക് പോകണം, അപ്പം ഞങ്ങൾ ബന്ദികളെ തിരിച്ചിടാം. ഈ ഗാസ റീജിയനിൽ നിന്ന് ഇസ്രായേൽ പട്ടാളം പൂർണ്ണമായും പുറത്തേക്ക് പോയാൽ വീണ്ടും ഹമാസ് പഴയതുപോലെ തിന്നുകൊടുത്ത് വേറൊരു അവസരം കിട്ടുമ്പം അവർ വേര് പൊളിച്ച് അകത്ത് കയറി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത് 100% ഇസ്രായേലിനെ സംബന്ധിച്ച് ഉറപ്പുള്ള കാര്യമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർക്കാർക്ക് ഇത് നോവുന്നില്ലല്ലോ, ഇത് നോവുന്നത് അവർക്കല്ലേ. അപ്പം അവരുടെ ഭയം നാളെ ഇവൻ്റെ വീട്ടിൽ കയറി ആക്രമണം നടത്താതിരിക്കാൻ ഇന്ന് അവൻ്റെ വീട് പൊളിച്ചു കളയുക എന്നുള്ളതാണ് ഇന്ന് ഇസ്രായേൽ സ്വീകരിക്കുന്ന ഈ നയം. അപ്പോൾ ഈ നയത്തിൽ നിന്ന് എത്ര നാൾ ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം? കാരണം ഇൻ്റർനാഷണൽ പ്രഷർ ദിവസം തോറും മൗണ്ട് ചെയ്ത് വരികയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ട്രംപ് യുദ്ധം നിർത്തണം എന്നുള്ളത് പല വേദികളിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഗാസയിലെ മുഴുവൻ പ്രശ്നവും ഞാൻ തീർക്കുമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം പ്രശ്നം തീർക്കാനില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നത്തെ പാതുവഴിക്കിട്ട് പോകാനാണ് അദ്ദേഹം ഇസ്രായേലിനെ ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനി ഇസ്രായേലിന് എന്താണ് ഒരു മാർഗമുള്ളത്? ഈ ഹമാസിൻ്റെയും ഹൂതികളുടെയും ഒക്കെ തല എവിടെയാണ്? ഈ ഹമാസിൻ്റെയും ഹൂതികളുടെയും ഒക്കെ തലയിരിക്കുന്നത് ഇറാനിലാണ്.
ഈ ഹിസ്ബുള്ള നൽകുന്നതിനെ കഴിഞ്ഞും നൽകുന്നത് പോലെ തന്നെ ഹിസ്ബുള്ളയെ ഇപ്പോൾ തീർക്കാൻ പറ്റി. ഹിസ്ബുള്ളയെ തീർക്കാൻ പറ്റിയത് സിറിയയിൽ നിന്ന് ആസാദിനെ പൊളിച്ചു കളഞ്ഞതുകൊണ്ടാണ്. കാരണം ഹിസ്ബുള്ളയ്ക്ക് ലെബനോണിൽ ഒളിച്ചിരിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ലെബനോണിൽ ഇരുന്നുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നത്. ഈ ലെബനോണിൽ ഒളിച്ചിരുന്ന ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ലഭിച്ചിരുന്നത് സിറിയയിലൂടെയാണ്. അപ്പം സിറിയയിലൂടെയുള്ള ആയുധങ്ങളുടെ കടത്ത് ആസാദ് പോയതോടെ നിന്നുപോയി. അപ്പം അവർക്ക് ആയുധം കിട്ടാതായി. അതോടെ ഹിസ്ബുള്ള തീർന്നു. ആയുധം തീർന്നത് കൊണ്ടാണ് ഹിസ്ബുള്ള തീർന്നത്, അല്ലാതെ ജിഹാദികൾ ചത്തിട്ട് തീരില്ല. കാരണം പുതിയ ആളുകൾ മരിക്കാൻ വരും. സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്ന നിധിയെക്കുറിച്ചോർത്ത് നിരവധി ആളുകൾ മരണമേറ്റെടുക്കാൻ തയ്യാറായി വീണ്ടും മുന്നോട്ട് വരും. പക്ഷെ ആയുധമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇറാനിൽ നിന്നുള്ള ആയുധത്തിൻ്റെ സപ്ലൈ നിന്നു പോയതുകൊണ്ടാണ് ഹിസ്ബുള്ള ചത്തുപോയത്. നേരെ മറിച്ച് ഹൂതികളുടെ സ്ഥിതി അതല്ല. അവർക്ക് പോർട്ടുകളുണ്ട്, കടലിലൂടെ ആയുധങ്ങൾ എത്തും. അപ്പോൾ ഈ കടലിലൂടെ ആയുധങ്ങൾ എത്തുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ പോർട്ടുകളെ ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ നശിപ്പിച്ച് കളഞ്ഞത്. എന്നാൽ പോലും അവർക്ക് വലിയ കടൽ റീജിയനുണ്ട്. അപ്പോൾ ആ വലിയ റീജിയൻ അത് അറേബ്യൻ സീയുടെ ഇതുണ്ട്, റെഡ് സീയുടെ ഇതുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് എതിരെ കൂടി വേണമെങ്കിലും ആയുധങ്ങൾ കടത്തിക്കൊണ്ട് വരാൻ പറ്റും. കൂടാതെ ഇറാഖിലും ഇറാന് ഫ്രീ ആക്സസ് ഉണ്ട്. അമേരിക്കൻ പ്രസൻസ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും തികഞ്ഞ അരാജകത്വമാണ് ഇറാഖിൽ നിലനിൽക്കുന്നത്. ഇറാഖിലൂടെ യമനിലേക്ക് കരവഴിയും ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ആയുധങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഹൂതികൾ ആക്റ്റീവായി നിൽക്കുന്നത്. ഇസ്രായേൽ 1000 ബോംബിടുമ്പോൾ ഹൂതി ഒരു മിസൈൽ അയച്ചാൽ മതി. 1000 ഹൂതികളെ കൊല്ലുമ്പം അവന് വെറുതെ ആകാശത്തോട് മിസൈൽ വിട്ടാൽ തന്നെ ഇസ്രായേലിനെ അവന് ബുദ്ധിമുട്ടിക്കാൻ പറ്റും. കാരണം മാവുള്ള മാങ്ങിട്ട് എറിഞ്ഞാലാണ് മാങ്ങ വീഴുക. മാവില്ലാത്ത മാവിൽ എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹൂതിയെ സംബന്ധിച്ച് അവനൊന്നും പോകാനില്ല. അവൻ പട്ടിണിക്കോലമാണ്. അവനെ സംബന്ധിച്ച് അവൻ്റെ രാജ്യത്തെക്കുറിച്ച് അവന് ചിന്തയില്ല, അവിടെ ജനത്തെക്കുറിച്ച് ചിന്തയില്ല. അവനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക. രണ്ടായാലും അവന് ലാഭമാണ്. കൊന്നു കഴിഞ്ഞാലും സ്വർഗത്തിലെ അവൻ്റെ പ്രതിഫലം കൂടും, മരിച്ചു കഴിഞ്ഞാലും സ്വർഗത്തിലെ പ്രതിഫലം കൂടും. അപ്പോൾ അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അവൻ്റെ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഈ കൂട്ടരെ ഒരുതരം എന്താ പറയുക മനോരോഗികളായിട്ടുള്ള ഈ കൂട്ടരെ നേരിടുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇസ്രായേൽ ആത്യന്തികമായിട്ട് എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? ഇറാനെ ആക്രമിക്കുക. കാരണം ഇതിൻ്റെ ഒക്കെ തല ഇറാനാണ്. ഇപ്പോൾ ഇറാനിട്ട് അടികിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കാൻ ഒരു ഫുൾ സ്കെയിൽ വാറല്ല, ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് അപ്പോൾ US സംബന്ധിച്ച് US ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഫുൾ സ്കെയിൽ വാറ് ഉണ്ടാവുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ US ഇക്കാര്യത്തിൽ ഇടപെടുകയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവർ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും അങ്ങനെ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമേ അതിനകത്ത് US ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഇനി ഇസ്രായേലിന് US സഹായമില്ലാതെ ഈ കാര്യം ചെയ്യാനാവില്ല. കാരണം ഇവിടെ നിന്ന് വിമാനങ്ങൾ പുറപ്പെട്ട് ഇറാഖിലെ എയർ സ്പേസ് കൺട്രോൾ ചെയ്യുന്നത് US ആണ്. അപ്പോൾ US സഹായമില്ലാതെ ഇസ്രായേലിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2 ആവശ്യങ്ങളുണ്ട്. ഒന്ന് ഫ്യൂവലിംഗ് ഉണ്ട്. ഈ വിമാനങ്ങളെയൊക്കെ ഫ്യൂവൽ ചെയ്യേണ്ടത് അത് ഇറാഖിൽ നിന്നാണ് ഫ്യൂവൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ സഹായം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ സിറിയയും US വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ സിറിയയുടെ മുകളിൽ കൂടെയും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. 2 വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകൾ, ന്യൂക്ലിയർ വെപ്പൺസ് സൂക്ഷിക്കുന്നത് മലകളുടെ അടിയിലാണെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വാറിലൊക്കെ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. മലകളുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുക എന്നുള്ളതാണ് ന്യൂക്ലിയർ ബോംബുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവൈസസ് അങ്ങനെയാണ് സൂക്ഷിക്കുക. എൻറിച്ച്ഡ് യുറേനിയം അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുക. അപ്പോൾ അത് ബോംബ് ചെയ്യാൻ ആവശ്യമായ വലിയ ഹെവി ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് US കയ്യിലുള്ളത്. ഇപ്പോൾ 2000 കിലോയ്ക്ക് മേലെയുള്ള ബോംബുകൾ അടുത്ത കാലത്ത് വളരെ കൊടുത്തത് പറഞ്ഞു. അതിനേക്കാളൊക്കെ വളരെ ഹെവിയർ ആയിട്ടുള്ള സാധനങ്ങൾ US കയ്യിലുണ്ട്. അപ്പോൾ ആ സാധനങ്ങളും ഇവർക്ക് ഇസ്രായേലിന് ആവശ്യമുണ്ട്. ഇത് പൊളിച്ചു കളയണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഇവർ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വഴി എവിടെയൊക്കെയാണോ ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ അവർക്ക് സാധിക്കും. പൊളിക്കണമെങ്കിൽ അതിന് പറ്റിയ ആയുധങ്ങൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യം, ഇതും US കയ്യിലാണുള്ളത്. അതിനിടയിലൂടെ പറഞ്ഞുകൊള്ളട്ടെ, ന്യൂക്ലിയർ വെപ്പൺസ് സൂക്ഷിച്ച സ്ഥലം പുറത്തായി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഉപയോഗം കഴിഞ്ഞു എന്നാണ് സത്യം. ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ സൂക്ഷിച്ചത് എവിടെയാണെന്ന് ഇന്ത്യക്ക് അറിയാം എന്ന് പറയുകയും ഈ യുദ്ധത്തോടെ അത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയും ചെയ്തതോടെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി ആ സാധനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ നിന്ന് പൊന്തിക്കണ്ടേ? അത് പൊന്തിക്കുന്നതിന് മുന്നേ ആ സ്ഥലം ആക്രമിക്കപ്പെടും. ഇന്ന സ്ഥലത്താണ് ഈ സാധനം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാധനം അത് അവിടുന്ന് പൊന്തിക്കുന്നതിന് മുന്നേ അത് നശിപ്പിക്കപ്പെടും. നേരെ മറിച്ച് ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, നമ്മളുടെ ന്യൂക്ലിയർ എവിടെ ഇരിക്കുന്ന ആർക്കും അറിയാൻ പാടില്ല. അതൊക്കെ വളരെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം. അപ്പം ഒന്നിന് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഉള്ള സീക്രട്ടുകൾ ഒരു കാരണവശാലും പുറത്തു പോകില്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച്
അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അവരത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവരുടെ നാട്ടിൽ തന്നെ അത് കടന്ന് പൊട്ടത്തേ ഉള്ളൂ. കാരണം അത് ഉയരുന്ന സമയത്ത് അതിൻ്റെ നേരെ മിസൈലുകൾ വരും. അതിൻ്റെ കോൺസിക്വൻസസ് ആ രാജ്യം അനുഭവിക്കേണ്ടത്. അത് പൊട്ടുകയോ അല്ല അവിടെ വീണ് റേഡിയേഷൻ ഉണ്ടാവുകയോ വട്ടവർ ഇറ്റ് ഇസ്, അതിൻ്റെ കോൺസിക്വൻസ് ആ രാജ്യമാണ് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച്. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക കൈയൊഴിയാനൊന്നും പോകുന്നില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ നിശ്ചയമായും ഉണ്ടാകും. അവർക്ക് പ്രധാനമായും സപ്പോർട്ട് റീഫ്യൂലിങ്ങിനും കൂടാതെ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ അവൈലബിലിറ്റിക്കുമാണ് US സഹായം ആവശ്യമുള്ളത്. ഇനി ഇറാൻ ഇതിനെ സംബന്ധിച്ച് വളരെ ഹെവി ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാന് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സാമ്പത്തികമായിട്ട് തകർന്ന് പാളിസായി കിടക്കുകയാണ്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം ഇതാണെന്നാണ് ഇസ്രായേലിൻ്റെ കൺക്ലൂഷനിലുള്ളത്. കാരണം സാമ്പത്തികമായിട്ട് ഒരു യുദ്ധം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ല ഇറാനുള്ളത്. 2, കഴിഞ്ഞ തവണത്തെ ഇസ്രായേൽ അറ്റാക്കിൻ്റെ ഭാഗമായി അവരുടെ മിസൈൽ കേപ്പബിലിറ്റി വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും നിർമ്മിക്കാനുള്ള അവസരങ്ങളും കുറഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ റഡാർ സിസ്റ്റങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണം വളരെ ഈസിയാണ്. ഒരു തുറന്നു കിടക്കുന്ന ആകാശമാണ് ഇപ്പോൾ ഇറാനുള്ളത്. കാരണം അവരുടെ റഡാർ ഫെസിലിറ്റീസ് ഒരുപാടധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഡ്രോണുകളുടെ കാര്യത്തിലും മിസൈലുകളുടെ കാര്യത്തിലും മാത്രമാണ് ഇറാൻ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ദാറ്റും മിസൈൽ അവർ സ്വന്തം ഉണ്ടാകും. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ വേറെ വല്ലവരും കൊടുക്കുന്നതാണ്. അവർക്ക് വിമാനങ്ങളില്ല എന്നുള്ളതൊരു ഫാക്ടറാണ്. വിമാനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ നിലത്തുനിന്ന് ദാറ്റ് ഈസ് ഗ്രൗണ്ട് എർത്തിൽ നിന്ന് അയക്കുന്ന മിസൈലുകൾക്ക് ആക്യുറസി കുറവാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ട് മിസൈലുകൾ അയക്കണമെങ്കിൽ അത് വിമാനത്തിൽ നിന്ന് അയക്കണം. വിമാനത്തിൽ നിന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് മിസൈലുകളാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നേരെ പ്രയോഗിച്ച തരത്തിലുള്ള മിസൈലുകളാണ് ഏറ്റവും ഇഫക്റ്റീവും ഏറ്റവും ആക്യുറേറ്റുമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അതിനുള്ള പോസിബിലിറ്റി ഇല്ല, കാരണം വിമാനങ്ങളില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഇറാൻ ഇപ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പറ്റിയ സമയമാണ് എന്നവർ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഈ US കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ എത്തിപ്പെടുന്ന കൺക്ലൂഷൻ. ഇപ്പോൾ ഗാസയിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ ആക്രമണങ്ങൾ അതുപോലെ തന്നെ തുടരുന്നുണ്ട്. അപ്പം അതിൽ പിന്നെ നമ്മൾ പുറത്തു നിന്ന് കിടക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാവില്ല. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ വീടാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അവരുടെ വീടാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പ്രദേശങ്ങൾ പ്ലസ് പാലസ്റ്റീന, അതുകൂടാതെ ഇപ്പോൾ അവർ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഭാഗവും ലെബനോണിൽ നിന്ന് പിടിച്ചെടുത്ത ഭാഗവും കൂടാതെ വലിയൊരു പ്രദേശം ഇപ്പോൾ ജോർദാനിൽ കിടപ്പുണ്ട്. അവർക്ക് ജോർദാൻ നദിയുടെ പടിഞ്ഞാറോട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്. ജോർദാൻ നദിയുടെ കിഴക്കോട്ട് 2 വംശങ്ങൾ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 2 ഗോത്രങ്ങൾ താമസിച്ചിരുന്നത് ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു. ആ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ ഭൂരിഭാഗവും വിട്ടുകിടക്കുന്ന ജോർദാൻ എന്ന ഇപ്പോഴത്തെ രാജ്യത്താണ്. അപ്പം ശരിക്കും അതും ഇസ്രായേലിൻ്റെ പഴയ വാഗ്ദാന ഭൂമിയിൽ പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ചരിത്രം നോക്കുകയാണെങ്കിൽ 10,000-4000 വർഷം മുമ്പ് മുതലുള്ള ചരിത്രം നോക്കണം. ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനവും ഒരു അബ്രാഹവും ഒക്കെ ഈ കഥയിലുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തിനും ഇങ്ങോട്ട് വന്നു എന്നും എങ്ങനെ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ ഈ സ്ഥലങ്ങൾ മൊത്തം അവരുടെ കയ്യിലായിരുന്നു എന്നും പിന്നീട് അത് എങ്ങനെ അവരുടെ നഷ്ടപ്പെട്ടു പോയി എന്നും അവർ ചിതറിക്കപ്പെട്ടു എന്നും ഒഴിഞ്ഞു കിടന്ന വീട്ടിൽ അറബികൾ കയറി വന്ന് താമസിച്ചത് എങ്ങനെയാണെന്നും അങ്ങനെ ഒഴിഞ്ഞു കിടന്ന വീട്ടിൽ അറബി താമസിച്ചപ്പം അറബീനെ ഇവർ പണം കൊടുത്ത് അറബിയുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി എങ്ങനെ വാങ്ങിയെടുത്തു എന്നും അങ്ങനെ വാങ്ങിയെടുത്ത ഭൂമിയുടെ പേരിൽ പിന്നീട് അറബിയും ജൂതനും തമ്മിൽ വഴക്കുണ്ടാവുകയും അങ്ങനെ അത് ചെറിയ ചെറിയ യുദ്ധങ്ങളായി വളർന്ന് അവസാനം 1948 അറബിക്കും ഇസ്രായേൽക്കാരനും UN 2 പ്രദേശങ്ങൾ വീതം വെച്ച് കൊടുത്തുവെന്നും പിന്നീട് അറബികൾ നിരന്തരമായി അങ്ങോട്ട് ഇസ്രായേലിനെ കയറി ആക്രമിച്ച് അടിവാങ്ങുകയും കയ്യിലിരുന്ന ഭൂമി കുറേശ്ശെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ശരിക്കുള്ള ചരിത്രം. ഒരു യുദ്ധവും ഇസ്രായേലായിട്ട് തുടങ്ങിയിട്ടില്ല. യുദ്ധം ചെയ്തതെല്ലാം അറബികളാണ്. ഓരോ യുദ്ധത്തിനും ഭൂമി നഷ്ടപ്പെട്ടതും അറബിക്ക് തന്നെയാണ്. ഇപ്പോൾ ഗാസ പ്രദേശത്ത് അങ്ങോട്ട് കയറി ആക്രമിച്ചത് ഗാസ നിവാസികളുടെ പേരിൽ ഹമാസാണ് ആ പണി ചെയ്തത്. ഹമാസ് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഗാസയുടെ പകുതി ഗാസക്കാരെ ഒഴിപ്പിച്ച് ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുന്നത്. ബാക്കി പകുതി എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ചിന്തയിലാണ് അവരുള്ളതെന്ന് മനസ്സിലാക്കണം.